ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا وحبيبنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. صدق الله العلي العظيم. قال سيدنا ومولانا محمد صلى الله عليه وسلم: من عادى لي وليا فقد آذنته بالحرب. അവരെ താടിയെല്ലാം പലസ്ഥാനത്തായാരേ അങ്ങീലെ എത്തീരാ സങ്കടം തീർത്തോവർ. ബഹുമാനപ്പെട്ട ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷൻ അഭിവന്ദരായ കെ അബൂബക്കർ ഉസ്താദ് അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായ മഹാന്മാരായ ഉസ്താദുമാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ മറ്റു മുഅ്മിനീങ്ങൾ, നമ്മളെല്ലാവരും വലിയ ആത്മീയ സാന്നിധ്യമായി ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പൊരുത്തം നേടുകയും ചെയ്യുന്ന മഹാന്മാരായ നമ്മുടെ നേതാക്കൾ, വന്യരായ നമ്മുടെ ശൈഖുന ഉസ്താദ് അവർകൾ, അതുപോലെ വന്യരായ അഹ്മദ് ക, അതുപോലെ ഈ സദസ്സിൽ നമ്മളുടെ ദൃഷ്ടിയിൽപ്പെടാതെ നമ്മൾ കാണാതെ നിൽക്കുന്ന ഒരുപാട് മഹാന്മാരായ ആളുകൾ, അള്ളാഹു അവരോടൊപ്പം പാവപ്പെട്ട നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ പൊന്നുമക്കളെയും നമ്മുടെ കുടുംബത്തെയും അവന്റെ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവര് പൊരുത്തത്തിലും സന്തോഷത്തിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ചപ്പാരപ്പടവ്, അതിന്റെ പര്യായമാണ് ഇർഫാനിയ എന്ന് വന്യരായ നേതാക്കൾ ഇവിടെ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വലിയ അഭിമാന സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനമെന്നും ഇവിടെ അഹമ്മദ് തേർലായെ പോലുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, ഇനി കേരളത്തിൽ തന്നെ ഏറ്റവും അഭിമാന സ്ഥാപനമാണ് എന്ന് പറയുന്ന കാലം ഏറെയല്ല എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. അതിനുമപ്പുറമാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയും കുതിപ്പും
മുന്നേറ്റവും. ഈ നിറഞ്ഞു നിൽക്കുന്ന ക്ലാസ്സിനും പ്രഭാഷണത്തിനുമുള്ള ഈ അവസരങ്ങളൊക്കെ ഇങ്ങനെ ഈ സദസ്സിനും സ്റ്റേജിന് മുമ്പിൽ ഈ സ്ഥാപനത്തിന്റെ സന്തതികളായ എന്നെപ്പോലുള്ള പാവപ്പെട്ട സുഹൃത്തുക്കൾക്ക് എഴുന്നേറ്റ് നിൽക്കാനും പ്രസംഗിക്കാനും അതിനുള്ള ശേഷിയും ക്ഷേമഷിയും അവസരവും എല്ലാം ഒരുക്കി തന്നത് നമ്മളെയൊക്കെ നമ്മളാക്കി മാറ്റിയ വന്ദ്യരായ നമ്മുടെ ഗുരുനാഥർ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളും അതുപോലെ വന്ദ്യരായ നമ്മുടെ മഹാന്മാരുമാണ്. അല്ലാഹു തആല ആ ഒരു മദദ് നമുക്ക് തന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നിമിഷം പോലും വിട്ടുകളയാൻ പറ്റാത്ത വിധം നമ്മളവരെ ഓർമ്മിക്കാനും അവരോടുള്ള കടപ്പാടുകൾ കൊണ്ടും നമ്മൾ ബാധ്യസ്ഥരായിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ആശയും ആഗ്രഹവും ഈ കടലിന്റെ കൂടെ, ഈ പ്രഭയുടെ കൂടെ, ഈ അനുഗ്രഹത്തിന്റെ ലോകത്തിന്റെ കൂടെ നമുക്കെന്നും കഴിഞ്ഞുകൂടണം. ഒരു നിമിഷം പോലും മാറ്റപ്പെടാതെ, ദൂരീകരിക്കപ്പെടാതെ, ഇതിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു നിമിഷം പോലും നമുക്കില്ലാതെ എന്നും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നിൽക്കാനും, നമുക്ക് ഈ കൂട്ടായ്മയിൽ മരിക്കാനും, ഈ കൂട്ടത്തോടൊപ്പം നാളെയും കൂടാനും അള്ളാഹു നമുക്കൊക്കെ വീണ്ടും വീണ്ടും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഒരാമുഖം പറയൽ ആവശ്യമില്ലാത്ത വിധം ഇർഫാനിയ അറബി കോളേജിന്റെ 23ാം വാർഷികം മിനിഞ്ഞാന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മുതൽ നിറഞ്ഞു കവിയുകയാണ് ഓരോ സദസ്സുകളും. ഈ വർഷം നമുക്ക് വിശേഷമായി ഇസ്ലാമിക് ക്ലാസ് റൂമും നമ്മുടെ പരിപാടി ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും നമ്മളെ സ്നേഹിക്കുന്ന, സ്ഥാപനത്തെ സ്നേഹിക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സ്നേഹികളായ മുഹിബ്ബുകളായ ആളുകൾക്ക് ഇത് കേൾക്കാൻ, ആസ്വദിക്കാൻ, ഇത് പഠിക്കാൻ, ഉൾക്കൊള്ളാൻ അവസരമൊരുക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നൂർ ഫൈലിയെ പോലുള്ള, അമീർ ഇരിങ്ങല്ലൂരിനെ പോലുള്ള ആളുകൾ അതിന് ഏറ്റവും പ്രശംസയും അഭിനന്ദനവും അർഹിക്കുകയാണ്. ക്ലാസ് റൂമിലൂടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു തആല അവർക്കൊക്കെ അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മൾ പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയാണ്. ഈ സെഷൻ സ്വാഗതം മുതൽ ഇർഷാദിന്റെ പ്രാധാന്യവും പ്രത്യേകതകളും എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് ഞാനായി വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഇർഷാദ് അള്ളാഹുവിലേക്കുള്ള വഴി, ആ വഴി ഇവിടെ കാണിച്ചു തരുന്ന അള്ളാഹുവിന്റെ മഹാരഥന്മാർ, അവർ അള്ളാഹുവിന്റെ ആളുകളാണ്. അഹ്ലുല്ലാഹി വ ഔലിയാഉഹ്, അള്ളാഹുവിന്റെ ആളുകൾ. ആ അള്ളാഹുവിന്റെ ആളുകൾ അവർ പരതരക്കാരാണ്. അതിലേറ്റവും ശ്രേഷ്ഠനാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങൾ അവരുടെ ശേഷം ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാർ, അതിനുശേഷം അള്ളാഹുവിന്റെ മുർസലുകൾ, അതിനുശേഷം അള്ളാഹുവിന്റെ അംബിയാക്കൾ. ആ അംബിയാക്കളിൽ അവരിൽ തന്നെ തിൽക റസുലു ഫളൽനാ ബഅ്ലഹും അലാ ബഅദ്, മുർസലീങ്ങൾ അവർ വ്യത്യാസപ്പെട്ടവരാണ്. അംബിയാക്കളിൽ ഓരോരുത്തരും വ്യത്യസ്തരാണ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യം സ്വർഗത്തിൽ പോകുന്ന നബി, അവസാനം സ്വർഗത്തിൽ പോകുന്ന നബി, അവരുടെ പദവി വ്യത്യാസങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കൾ അംബിയാക്കളുടെ കാലഘട്ടത്തിലുള്ള ഔലിയാക്കൾ. അംബിയാക്കളെല്ലാം കഴിഞ്ഞതിന് ശേഷം അംബിയാക്കളുടെ അവസാനത്തെ കണ്ണിയായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കൾ, ആ ഔലിയാക്കൾ തന്നെ വ്യത്യസ്ത പദവിയിലുള്ള ആളുകൾ. ഈ വ്യത്യാസം പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ ഇമാമുകൾ അവിടെ വളരെയേറെ ആ വ്യത്യാസം വ്യത്യസ്തപ്പെടുത്തി അതിനുള്ള മാനദണ്ഡങ്ങൾ തെളിയിക്കാൻ ദീർഘ ചർച്ചകൾ നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ദീനിന്റെ വിഷയങ്ങൾ ആലിമീങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസം ആലിമീങ്ങളുടെ ഇടയിൽ വരും. അതാണ് 4 മദ്ഹബ് അല്ലെങ്കിൽ 40 മദ്ഹബ് അല്ലെങ്കിൽ 400 മദ്ഹബ് എന്നൊക്കെ പറയുന്നത്. 4 മദ്ഹബിൽ മാത്രം ഇന്ന് ലോകം മുൻഹസറായി പോയതാണ്. 4 മദ്ഹബേ ഉള്ളൂ എന്നല്ല, ഒരുപാട് മദ്ഹബുകളുണ്ട്. ഇനിയും ഒരു മദ്ഹബ് ഇവിടെ വരാനുണ്ട്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു അവിടുന്ന് സ്വന്തമായ ഒരു മദ്ഹബുകാരനാണ്. 4 മദ്ഹബിനെയും പിൻപറ്റുന്നവരല്ല. അതുപോലെ വേറെയും പല മദ്ഹബിന്റെ ഇമാമുകൾ, ഇമാം ബുഖാരി തങ്ങൾ സ്വന്തം മുജ്തഹിദാണെന്ന അഭിപ്രായം വളരെ ബലപ്പെട്ട അഭിപ്രായമാണ്. അങ്ങനെ മഹാന്മാരായ താബിഈങ്ങളിൽപ്പെട്ട
തബഉ താബിഈങ്ങളിൽപ്പെട്ട മഹാന്മാരായ ഒരുപാട് മദ്ഹബിന്റെ ഇമാമുകൾ. പക്ഷെ മുദവ്വനായ മദ്ഹബുകൾ ക്രോഡീകരിച്ച് ലോകത്തിന്റെ മുമ്പിൽ നിലനിർത്തി സമ്പൂർണമായി അവതരിപ്പിച്ച ക്രോഡീകൃതമായി വെച്ചത് 4 മദ്ഹബുകൾ. ആ മദ്ഹബിന്റെ ഇമാമുകൾ അങ്ങനെ വ്യത്യസ്തങ്ങളായി കിടക്കുകയാണ്. അള്ളാഹുവിന്റെ ആളുകൾ, അഹ്ലുല്ലാഹി വ ഔലിയാഉ, അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകളുടെ ദർജകളും പ്രതിഫലങ്ങളും. എന്നാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആളുകൾ മഹാന്മാരായ അമ്പിയാക്കളാണ്. അമ്പിയാക്കൾക്ക് ശേഷം മഹാന്മാരായ ഔലിയാക്കളാണ്. അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് പറയപ്പെടുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങൾ അവർ ഔലിയാക്കളാണ്. അതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരകരും ജീവിതം കൊണ്ട് പ്രചാരകരുമായ ഔലിയാക്കളുണ്ട്. അവർ കുറെ വയത് പറയുന്നവരല്ല, അവർ കുറെ കിതാബ് ഓതിയവരോ ഓതിക്കൊടുത്തവരുമല്ല. അവരെ കണ്ട് ആളുകൾ നന്നാകുന്ന, ജീവിതം കൊണ്ട് ആളുകൾക്ക് ദർശനമേകുന്ന ഒരുപാട് ഔലിയാക്കളുണ്ട്. ഞാൻ അതിനൊന്നും ഉദാഹരണം പറയാണ്ട് ആവശ്യമില്ലാത്ത വിധം നമുക്ക് അവരൊക്കെ അറിയാം. അള്ളാഹു അവരൊക്കെ മദത് നമുക്ക് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ അഹമ്മദൊക്കെ നമുക്കതിന് പാഠമാണ്. അവർ കുറെ കിതാബൊന്നും ഓതുന്നില്ലെങ്കിലും നമ്മളെ അവരുടെ സദസ്സ്, അവരുടെ സാന്നിധ്യം, അവരെ മുമ്പിലെത്തൽ, അതൊക്കെ നമുക്ക് വലിയ അനുഗ്രഹമാണ്. എക്കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ വ്യത്യസ്തമായ അവസ്ഥയിൽ. എന്നാൽ ഈ അവസ്ഥ മഹാന്മാരായ ഇമാമുകൾ വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താദാനി റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் പഠിപ്പിക്കുന്നത് കാണാം. അൽ അംബിയാഉ അഫ്ളലു മിൻ ജമീഇഹിം, എല്ലാ മലക്കുകളെക്കാളും ബഹുമാനപ്പെട്ടവരാണ് അമ്പിയാക്കൾ. അള്ളാഹുവിന്റെ സ്വന്തക്കാരായ, അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികൾ മാത്രമായ, ഒരിക്കൽ പോലും തെറ്റിലേക്ക് അടുക്കാത്ത, തെറ്റെന്തെന്ന് അറിയാത്ത, അതിലേക്ക് സമീപിക്കാത്ത മഹാരഥന്മാരായ അള്ളാഹുവിന്റെ മലായികത്ത്, ആ സർവ്വ മലക്കുകളെക്കാളും ശ്രേഷ്ഠരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ. എന്നാൽ വമൻ അദാഹും മിൻ സുലഹാ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അമ്പിയാക്കളല്ലാത്ത സ്വാലിഹികൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവർ പല ദർജക്കാരാണ്. ആ സ്വാലിഹികളാണ് അമ്പിയാക്കൾക്ക് ശേഷം ശ്രേഷ്ഠപ്പെട്ട ആളുകൾ. അഫ്ളലു മിൻ ഗൈരി ഖവാസിഹിം, ഖവാസിൽ മലായികത്തിന് ശേഷമാണ് അവരുടെ ദർജ. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഖവാസായ മലക്കുകൾ, മഹാനായ മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലുള്ള ആളുകൾ, അവര് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള ഉന്നതരായ അമ്പിയാക്കൾക്ക് ഖിദ്മത്ത് ചെയ്ത വലിയ മഹത്വമുള്ള ആളുകളാണ്. ആ അമ്പിയാക്കൾക്ക് ശേഷം പിന്നെ തൊട്ടടുത്ത ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ആ ഔലിയാക്കൾ അവരാണ് അമ്പിയാക്കളുടെ ശേഷമുള്ള ആ പദവിയും ആ ബഹുമാനവും ആ സ്ഥാനവും ആ ഉത്തരവാദിത്വവും ഇവിടെ നിലനിർത്തി വരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫയുടെ തുടക്കത്തിൽ, ആരംഭത്തിൽ, അതിന് മുഖവുര കുറിക്കുന്ന ഭാഗത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങളവர்கள் അവിടുത്തെ മിൻഹാജിന്റെ ആരംഭത്തിന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ തൊട്ടടുത്ത് നിൽക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ്, ഔലിയാക്കളിൽ ഏറ്റവും പ്രഗൽഭർ സ്വഹാബത്താണ്. കാരണം അവരുടെ കയ്യിലുള്ള മുതല് സുഹ്ബത്ത് എന്ന അമല. മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹ്ബത്ത്. എല്ലാ വലികളും താന്താന്റെ ശൈഖ് പോൽ, മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീ തങ്ങൾ പറഞ്ഞതാണ്, എല്ലാ ഔലിയാക്കളും അവരവരുടെ ശൈഖിനെ പോലെ ഉണ്ടാവുക. ഞാൻ എന്റെ സീബാവ കാൽവശീയെന്നോർ വമൻ ഫീ റിജാലില്ലാഹി നാലേ മകാനതി വജദ്ദി റസൂലുള്ളാഹി ഫിൽ അസ്ലി റബ്ബാനി. മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் പാടിയത് മനോഹരമായി ഖാദി മുഹമ്മദ് വർണ്ണിച്ചതാണ്. എല്ലാ വലിയകളും ഔലിയാക്കളും അവരവരെ ശൈഖന്മാരെ പോലെയാണ്. എന്നാൽ ഏറ്റവും വലിയ ഷെയ്ഖ് ഷെയ്ഖുൽ മശായിഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവരുടെ ശിഷ്യഗണങ്ങളായ, തങ്ങളവരുടെ മുരീദുമാരായ, തങ്ങളവരുടെ ഗുരുമുഖത്തുനിന്ന് ദീൻ പഠിച്ചവരായ സ്വഹാബത്ത്. ആ സ്വഹാബത്ത്
സഹാബത്തിൽ തന്നെ രണ്ട് തരക്കാരുണ്ട്. സഹാബത്തിൽ നിന്ന് ആലായ സഹാബത്തുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമായ സഹാബത്തും കുടുംബമാകാത്ത സഹാബത്തും. റളിയല്ലാഹു തആല അൻഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമായ സഹാബത്തുമുണ്ട്, കുടുംബമാകാത്ത സഹാബത്തും. ആലും സ്വഹബും. ആല് നബി തങ്ങളുടെ കുടുംബമാണ്, സ്വഹബ് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്ത്. ആ സഹാബത്തിൽ ആലായവരുണ്ട്, ആലാകാത്തവരുണ്ട്. കുടുംബക്കാര് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവരുണ്ട്, കുടുംബക്കാരല്ലാത്തവരുമുണ്ട്. എന്നാൽ സ്വഹബ് എന്ന മഹത്വം, സ്വഹബത്ത് എന്ന മഹത്വം കിട്ടിയ ആളുകൾ, അതാണ് ഏറ്റവും വലിയ മഹത്വം സഹാബത്തിന്. അതോടൊപ്പം അവര് ആലും കൂടി ആവുകയാണെങ്കിൽ, അവർ കുടുംബവും കൂടിയാണെങ്കിൽ ആ കുടുംബത്തിന്റെ മഹിമയും അവരിലുണ്ടാകും. എന്നതിനപ്പുറം ആ കുടുംബ മഹിമ ഇല്ലാത്ത സഹാബത്ത് തന്നെ, ഉദാഹരണം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണല്ലോ മഹാനായ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബി. അവിടുത്തെ ഏറ്റവും പിരിശം പിടിച്ചു പറ്റിയ ആളുകൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളായതുകൊണ്ട് അഫ്ളലുൽ ബശരി ബഅദൽ അംബിയായി അല തഹ്ഖീഖ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളവർകളാണ്. നമ്മുടെ അഹ്ലുസുന്നത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അവിടെ ചെറിയൊരു ഖിലാഫ് ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് പെമ്മക്കളെ കല്യാണം കഴിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുജനായ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽ ഉന്നതനാണ്. അലി റളിയല്ലാഹു തആലയുടെ മഹത്വങ്ങൾ മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദിൻ നബിയു അഖീ വസിഹിരി. ആരാണ് മുഹമ്മദ് നബി? എന്റെ ജ്യേഷ്ഠനാണ്, എന്റെ അമ്മോഷാക്കയാണ്. മുഹമ്മദിൻ നബിയു അഖീ വസിഹിരി വഹംസതു സയ്യിദുശ് ശുഹദാഇ അമ്മി. ഹംസ തങ്ങൾ സ്വർഗത്തിലെ ശുഹദാക്കളുടെ നേതാവ് എന്റെ അളാപ്പയാണ്. മാത്രമല്ല വസിബ്ത അഹമ്മദിൻ ഇബ്നായ മിൻഹാ, അഹ്ലു ബൈത്തിന്റെ ഉറവിടം, അഹ്ലു ബൈത്തിനെ ലോകത്ത് നിലനിർത്തിയ പൊന്നാര നബിയുടെ മടിത്തട്ടിൽ വളർന്നു വന്ന പൊന്നുമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ സിബ്തായ മിൻഹാ മനൂത്തുൽ ലഹ്മുഹു ബിദമീ വലഹ്മീ. അവരെന്റെ ഭാഗമാണ്, എന്റെ രക്തമാണ് അവർക്ക്, അവരുടെ രക്തമാണ് എന്റേത്, എന്റെ മാംസമാണ് അവരുടേത്, അവരുടെ മാംസമാണ് എന്റേത്. ഞങ്ങൾ അങ്ങനെ ഒന്നാണ്, ആ മക്കളുടെ പിതാവാണ് ഞാൻ എന്ന് അലിയാർത്തങ്ങൾ തന്നെ ഒരു സുപ്രഭാത വേളയിൽ അവിടുത്തെ പരിചയപ്പെടുത്തിയതുപോലെ ആ അലിയാർത്തങ്ങളെക്കാളും മഹത്വപ്പെട്ടവരാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? അത് സ്വഹ്ബത്ത് എന്ന ഏറ്റവും വലിയ സ്വഹ്ബത്ത് നേടിയ ആൾ ബഹുമാനപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധം നേടിയവർ അവരാണ്. അവിടുത്തെ മനസ്സ് സൂക്ഷിപ്പുകാരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നിമിഷത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ആളുകളാണ്. അതിനുശേഷമുള്ള ഔലിയാക്കൾ അവർ വ്യത്യസ്തമായ കാലഘട്ടത്തിലെ ഇമാമുകൾ. അവര് ഓരോരുത്തരെയും ഇന്നതാണെന്ന് നമുക്ക് വേർപെടുത്തപ്പെടാൻ പറ്റാത്ത വിധം അവർ നിറഞ്ഞു നിൽക്കുന്നു, ഉന്നതരായി നിൽക്കുന്നു. അവർ ഉന്നതരാണ് മദ്ഹബിന്റെ 4 ഇമാമുകൾ. അതുപോലെ അതിപ്രധാനിയാണ് മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീ തങ്ങൾ അവர்கள். എന്നാൽ ഈ ഔലിയാക്കളിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ തങ്ങന്മാരുണ്ടാവും, തങ്ങന്മാരല്ലാത്തവരുണ്ടാവും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ അവர்களാണ്. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമാ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമാ. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കിരീടവും കൂടി മഹാനായ ഷെയ്ഖ് ജീലാനി എന്ന് പറയുന്ന വലിയ മഹാൻ, ആ മഹാൻ തങ്ങളാണ് എന്ന് പറയുമ്പോൾ മൂപ്പർക്ക് ഒരു കിരീടവും കൂടി കൂടുകയാണ്. അവിടുത്തെ മഹത്വത്തിലേക്ക് ഒരു മഹത്വവും കൂടി പിന്നെയും കൂടി വരികയാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ അവർ അള്ളാഹുവിന്റെ ഖുർബ് ലഭിച്ചവരും അള്ളാഹുവിന്റെ മഹത്വം ലഭിച്ചവരും അള്ളാഹുമായുള്ള വിലായത്ത്, അവന്റെ ബന്ധം അവൻ പ്രത്യേകമായി അവന്റെ ആളുകളായി തെരഞ്ഞെടുത്തു എന്ന മഹത്വമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കുള്ളത്. ഈ വിലായത്ത് കൊണ്ട് അവർക്ക് എന്താണ് കിട്ടുന്നത്? 2 കാര്യം കിട്ടും. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മഅരിഫത്ത്, അറിവുകൾ അവരിലേക്ക് ഇങ്ങനെ ഫൈളാനാകും, അവരിലേക്ക് ഇങ്ങനെ ഒഴുകി വരും. അതാണ് ഫളിലിന്റെ മാനദണ്ഡം, ബഹുമാനത്തിന്റെ മാനദണ്ഡം. അതാണ് അള്ളാഹുവിൽ നിന്ന് അവർക്കൊരു പ്രത്യേകമായ അവതാരം, അള്ളാഹുവിൽ നിന്ന് അവർക്ക് പ്രത്യേകമായ ഇൽമിങ്ങനെ ഒഴുകി വരൽ, ഫൈലാനിയത്ത്, മഅരിഫത്ത് അവർക്ക് ലഭിക്കും എന്നതാണ്. മാത്രമല്ല
അവർക്ക് അള്ളാഹുവിന്റെ സാമീപ്യമുണ്ട് എന്നതാണ്. അവരുടെ ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ സാമീപ്യങ്ങളും അവരുടെ ബഹുമാനങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ആ വിലായത്തിന്റെ ദറജക്കനുസരിച്ച്, അവരുടെ വ്യത്യാസത്തിനനുസരിച്ച് അവരുടെ വ്യത്യാസത്തിന്റെ മാനദണ്ഡം, അവരുടെ ദർജയുടെ മാനദണ്ഡം, അവരുടെ ഇബാദത്തിന്റെ മാനദണ്ഡം എന്നതിനപ്പുറം അള്ളാഹു അവർക്ക് പ്രത്യേകമായി നൽകുന്നതാണത്. അവരെ വളരെ കഷ്ടപ്പെടുന്നവരായിരിക്കും. ആ കഷ്ടപ്പാടൊക്കെ പടച്ചോൻ കൊടുക്കുന്നതാണ്. കഷ്ടപ്പെടാനുള്ള തൗഫീഖും നമ്മൾ വിചാരിച്ചുകൊണ്ട് മാത്രമല്ലല്ലോ. അപ്പൊ അള്ളാഹു നൽകുന്നതാണ് ഓരോരുത്തരെയും. ബാവാമൂദൂവിന് കുത്തുബായി വന്നോവർ വനം മാതേളിയിലും കേളി മീകച്ചോ വരുമ്പോ തന്നെ കുത്തുബായിട്ടാ വന്നത്. അല്ല അതിനു മുമ്പ് തന്നെ കുത്തുബാണ്. അല്ല അതിനു മുമ്പ് പിതാവിന്റെ ബീജഗണം മാതാവിലേക്ക് നിർഗണിക്കുന്നതിന് മുമ്പ് ഞാൻ കുത്തുബാണ്. കുന്തു നബിയ്യൻ വആദമു ബൈനർ റൂഹി വൽ ജസദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് സഹീഹാണ്, വളരെ സഹീഹാണ്. കുന്തു നബിയൻ, പണ്ടെന്നെ ഞാൻ നബിയൻ. മതാ കുന്ത നബിയൻ യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നിങ്ങൾ നബിയായത്? വആദമു ബൈനർ റൂഹി വൽ ജസദ്, ആദം നബി റൂഹിന്റെയും ജസദിന്റെയും ഇടയിലായിരിക്കവേ. വആദമു ബൈനൽ മാഇ വത്തീൻ എന്നൊരു റിവായത്തുണ്ട്. അതിന്റെ റിവായത്ത് ദഈഫാണെങ്കിലും ഈ മഅനക്കാണ്. അതുകൊണ്ട് അതിന്റെ മഅന സഹീഹാണ്, ലഫ്ള് ദഈഫാണെങ്കിലും. അപ്പൊ രണ്ടും ഈ ആശയമാണ് ജനിപ്പിക്കുന്നത്. എന്നതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ ജനിക്കുമ്പോൾ തന്നെ ഔലിയാക്കളാണ്. അള്ളാഹു തല കൊടുക്കുകയാണ്. അപ്പൊ അവർ ഇബാദത്തോണ്ടല്ലോ, എന്നാലും അവർ ഇബാദത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി അള്ളാഹു അവരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ. 25 കൊല്ലാ ചുറ്റി നടന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതൊരു വല്ലാത്ത ചുറ്റലാണ്. 40 വയല് പറഞ്ഞോവർ, നന്നായി 90 കാലം ഈറുന്നോവർ. അതൊക്കെ വലിയ ത്യാഗമാണ്. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ. അള്ളാഹുവിന്റെ വിലായത്തിന്, ഉന്നതമായ വിലായത്തിന് അവർ അർഹരാകുന്നത് അവരിത്തരം ത്യാഗങ്ങൾക്ക് സന്നദ്ധരാണ്. ആ ത്യാഗങ്ങൾക്ക് വേണ്ടി അള്ളാഹു അവരെ പടച്ചു എന്നതുകൊണ്ടാണ്. അപ്പോ അള്ളാഹുവിലേക്ക് കൂടുതൽ ഖുർബുള്ള, അടുപ്പുള്ള, അള്ളാഹുവിൽ നിന്നുള്ള ഇൽമ്, മഅരിഫത്ത്, ഫൈലാനായി വരുന്ന അള്ളാഹുവിന്റെ മഹാന്മാർ, അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അമ്പിയാക്കളുടെ തൊട്ടടുത്തുള്ള ആളുകൾ. എന്നാൽ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ചില ആളുകൾക്ക് മഹത്വം ഉണ്ടാവും. വലിയൊന്നുമല്ല, നബിയൊന്നുമല്ല, അവരെ തൊട്ടതുകൊണ്ടും അവര് മണത്തതുകൊണ്ടും അവരെ ബന്ധമുള്ളത് കൊണ്ടൊക്കെ. ഇപ്പൊ ഉസ്താദിന്റെ മോൻ അതൊരു മഹത്താണ്. ഉസ്താദിന് വലിയ ആലിം ഉസ്താദ് പഠിപ്പിക്കുന്നതാണ്. ഉസ്താദിന്റെ മോന് വലിയ ആലിമൊന്നുമില്ല, അങ്ങനെ കിതാബ് ഓതിരുന്നൊന്നും ഇല്ലെങ്കിൽ ഉസ്താദിനോടുള്ള ബഹുമാനം, മഹാന്മാരായ ഉസ്താദുമാരോടുള്ള ബഹുമാനത്തിൽ പെട്ടതാണ്. വമിൻ തൗഖീരിൽ അസാതിദ, ഉസ്താദുമാരെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് തൗഖീർ ഔലാദിഹി, അവരെ മക്കളെ ബഹുമാനിക്കൽ എന്ന് നമ്മളെ തഅലീമുൽ മുതഅല്ലിം മുതൽ പഠിച്ചിട്ട് നമ്മൾ മേലോട്ടേക്ക് കയറി വരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്ന ഹദറത്തിലേക്ക് ഒരു പന്ത് വന്ന് കയറിയ സംഭവമുണ്ട്. ഇമാം ഷാഫി എഴുന്നേറ്റ് നിന്നു. ആ പന്ത് അടിച്ചു കയറ്റിയ കുട്ടിനെ കണ്ടപ്പോൾ ശിഷ്യന്മാരൊക്കെ വിചാരിച്ചു, എന്ത് കുരുത്തക്കടയെ കുട്ടിയെ കാട്ടിയത്, ഈ ഹദറത്തിലേക്ക് ഒരു പന്തടിച്ചു കയറ്റി. എന്നിട്ട് ആ പന്തെടുക്കാൻ വേണ്ടി വന്ന കുട്ടിനെ എഴുന്നേറ്റെന്ന് ബഹുമാനിച്ചു. ഇമാം ഷാഫി തങ്ങൾ അതിന് വിശദീകരണം കൊടുത്തത്, നിങ്ങൾ ആരും ബേജാറാവേണ്ട, അതെന്റെ ഉസ്താദിന്റെ മോനാണെന്നാണ്. വമിൻ തൗഖീരിൽ അസാതിദ തൗഖീറു ഔലാദിഹി, മക്കളെ ബഹുമാനിക്കൽ അത് ഉസ്താദിനോട് ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. അങ്ങനെ ബഹുമാനം വരും. എന്നതുപോലുള്ള ബഹുമാനമാണ് മഹാന്മാരായ തങ്ങന്മാർക്ക്, സാധാ അഹ്ലു ബൈത്തിന്. അഹ്ലു ബൈത്ത് അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കളാണ്. അതൊരു പ്രത്യേകമായ, അവർക്കൊരു പ്രത്യേക പരിഗണനയാണ്. അവരെ ഔലിയാക്കളൊന്നും അല്ലെങ്കിൽ പോലും റസൂലുള്ളാഹിന്റെ മക്കളല്ലേ, ഒരു ബഹുമാനം അവർക്ക് കൊടുക്കും. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് അത് നൽകിയിരുന്നു. അതിനൊരു ഉദാഹരണം ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലത്ത് ജലക്ഷാമം, വെള്ളക്ഷാമം നേരിട്ടപ്പോൾ മഹാനായ അബ്ബാസ് തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ നടത്തി. അബ്ബാസ് തങ്ങളെക്കാളും മഹത്തുള്ള ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷെ തങ്ങളല്ലേ, റസൂലുള്ളാഹിന്റെ എളാപ്പയല്ലേ. അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ബിനബിയിക ഫതുസ്ഖീനാ വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിക ഫസ്ഖിനാ. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത. അപ്പൊ തങ്ങന്മാരെ മുന്നിൽ വെക്കുക, അത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആ തങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർ ഔലിയാക്കളും കൂടിയാണെങ്കിലോ, അത് നേരത്തെ പറഞ്ഞ ഔലിയാക്കളുടെ പദവിയിലും മഹത്വത്തിലും അവർ പെട്ടുകഴിഞ്ഞു. അപ്പോൾ ആ ബഹുമാനവും കൂടി അവർക്ക് വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരിശുദ്ധമായ ദീൻ
ആ ദീൻ ഇവിടെ എത്തിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മഹാന്മാരായ നബിമാർ, ആ നബിമാരിൽ വ്യത്യസ്തരായ ആളുകൾ, ആ നബിമാർക്ക് ശേഷം മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അവരിൽ നിന്ന് വ്യത്യസ്തരായ ആളുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹാന്മാരായ സ്വഹാബത്ത്, അതുപോലെ ഓരോ കാലഘട്ടത്തിലുള്ള കുതുബുകൾ, ഔലിയാക്കളുടെ നേതാക്കൾ, കുതുബുകൾ, മഹാന്മാരായ ആളുകൾ, ആ ഔലിയാക്കളിൽ തന്നെ വ്യത്യസ്തമായ പദവിയിലുള്ള ആളുകൾ, അതിനുശേഷം അവരെ ഖാദിമീങ്ങൾ, അവരെ കുടുംബം, അവരെ ബന്ധുക്കൾ, അവരോട് ബന്ധപ്പെട്ടവർ, അവർക്കൊക്കെ അവരെ ആ ബഹുമാനം ചായുകയും അവരുടെ ബഹുമാനം യേശുകയും അവരുടെ ബഹുമാനത്തിന്റെ കാറ്റ് പരക്കുകയും ലഭിക്കുകയും ചെയ്യും. അല്ലാഹു തആല ആ കാറ്റും ആ ചൂലും ആ മണവും ആ ബഹുമാനമൊക്കെ പറ്റാനും അങ്ങനെ ആ ബഹുമാനപ്പെട്ടവരുടെ കൂടെ ചേരാനും നമുക്കും തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ. ഇതാണ് പരിശുദ്ധ ദീൻ ബഹുമാനിച്ച ആളുകളുടെ ലിസ്റ്റ്. ഈ ബഹുമാനിച്ച അമ്പിയാക്കൾക്കും അതുപോലെ അവൻ ബഹുമാനിച്ച പ്രധാനികളായ ഔലിയാക്കൾക്കും അതുപോലെ ഔലിയാക്കളെ സ്നേഹിച്ചതിന്റെ പേരിൽ അവരെ മുഹിബുകളായ ആളുകളിലും ചില ബഹുമാനങ്ങൾ അല്ലാഹു കാണിക്കും. കാണിക്കൽ നിർബന്ധമായ ബഹുമാനമുണ്ട്, കാണിക്കൽ നല്ലതായ ബഹുമാനങ്ങളുണ്ട്. ഇനി ഇവരിൽ പെടാത്ത ആളുകൾക്കും ചിലപ്പോൾ അല്ലാഹു തആല ചില സിദ്ധികൾ കൊടുക്കും. അത് ബഹുമാനമല്ല, പരീക്ഷണം എന്ന് പറയുന്നതിന്. ഇസ്തിദ്റാജ് എന്നൊക്കെ സാങ്കേതിക ഭാഷയുള്ള പരീക്ഷണങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനികളാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ. ഈ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ബഹുമാനം, ആ ബഹുമാനമാണ് അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ. മുഅ്ജിസത്ത് എന്നല്ല ഖുർആനിൽ അതിനെ പ്രയോഗിച്ചിട്ടുള്ളത്. സുൽത്താൻ ഖുർആൻ പ്രയോഗിച്ച ഒരു ഭാഷയാണ്. അത് എവിടെയാ ഉപയോഗിച്ച എത്ര ആയത്താന്നൊക്കെ നീട്ടിപ്പരത്തി പറയാൻ എന്റെ കയ്യിൽ സമയമില്ല, വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. കറാമത്തിലൂടെയൊക്കെ കുറച്ച് നമുക്ക് ഇറങ്ങി വരണല്ലോ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഖുർആൻ പ്രയോഗിച്ച മറ്റൊരു പ്രയോഗമാണ് ആയാത്ത്. മുഅ്ജിസത്ത് എന്ന് ഖുർആനിൽ എവിടെയുമില്ല. ആയാത്തും ബയ്യിനാത്തും അതുപോലെ ഇല്ലാ ബി സുൽത്താനിൻ മുബീൻ, പല സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ മുഅ്ജിസത്തിനെ വിശേഷിപ്പിച്ച പദങ്ങൾ അതാണ്. മുഅ്ജിസ എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുന്നത് എന്നാണ്, അതിജയിക്കുന്നത്, ജയിച്ചടക്കുന്നത്. അപ്പൊ ഈ ആയത്ത്, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഈ ആയത്തുകളെ കൊണ്ട്, ദൃഷ്ടാന്തങ്ങളെ കൊണ്ട്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഈ സുൽത്താൻ, സുൽത്താൻ എന്ന് പറഞ്ഞാൽ നേതാവ്, ജയിച്ചടക്കിയവൻ, ഈ ജയിച്ചടക്കുന്ന ദൃഷ്ടാന്തം കൊണ്ട് ആളുകളെ തോൽപ്പിക്കാൻ കഴിയും. അത് മുഅ്ജിസത്തായിരിക്കും ആ ആയത്തുകൾ, അത് മുഅ്ജിസത്തായിരിക്കും ആ സുൽത്താനുകൾ എന്നത്. മുഅ്ജിസത്ത് എന്നത് അതിന്റെ വിശേഷണമാണ്, തോൽപ്പിക്കുന്നത്, ജയിച്ചടക്കുന്നത് എന്നാണ്. ഈ മുഅ്ജിസത്തുകൾ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കുണ്ടാകും. എങ്ങനെയുണ്ടാകും, എപ്പോഴുണ്ടാകും, അതിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ വിശദ രൂപങ്ങളിൽ അതിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഇത്രയും സമയം ഉണ്ടാവുള്ളൂ. ആ സമയം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ മോചിതത്തുകൾ അത് കുറച്ച് കാണിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ. എന്തിനാ വഹാബികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഈ നല്ല സദസ്സിലും എന്ന് വിചാരിക്കുന്നുണ്ടവരോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവர்கள் മദീന മുനവ്വറയിൽ വെച്ച് ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു വഅദ്, ഭയങ്കര വഅദ്. വജിലത്ത് മിൻഹൽ ഖുലൂബു വദരിഫത്ത് മിൻഹൽ ഉയൂനു, കണ്ണുകളൊക്കെ ഒഴുകിപ്പോയ, ഹൃദയങ്ങളൊക്കെ പെടപെടച്ചു പോയ, കിട്ടിയ അവിടെ കേട്ട ആളുകളൊക്കെ തെരിതിരിച്ചു പോയ, അത്ഭുതപ്പെടുത്തിയ പ്രഭാഷണം. ആ പ്രഭാഷണം വളരെ സുദീർഘമായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടത്തിയ പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ റസൂല് ആ നിന്ന നിപ്പിൽ നിന്ന് ഒരു വസ്തു ഉപേക്ഷിച്ചിട്ടില്ല, എല്ലാം പറഞ്ഞ പ്രസംഗം. ആ പ്രസംഗത്തിൽ ഖിയാമത്ത് നാൾ വരെ വരുന്നത് പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ വരുന്നത് റസൂലുള്ള പറഞ്ഞത് എന്തൊക്കെ, അത് നമുക്ക് നല്ലൊരു സെഷൻ എടുത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. ഖവാരിജിയാക്കളുടെ കാലഘട്ടം, മുഅ്തസിലത്തിന്റെ കാലഘട്ടം, അലിയാർ തങ്ങളുടെ കാലഘട്ടം, സിഫീൻ യുദ്ധം, ജമൽ യുദ്ധം. സിഫീൻ യുദ്ധത്തിൽ ആര് ജയിക്കും, ആരാണ് സത്യപാർട്ടി, ജമൽ യുദ്ധത്തിൽ ആര് ജയിക്കും, ഹസൈനാർ തങ്ങളെ കൊല്ലുന്നത്, ഹുസൈനാർ തങ്ങളെ കൊല്ലുന്നത് ഒക്കെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ മാത്രമല്ല, അവിടുത്തെ സഹാബികളും പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ബീബി പൊന്നുമോൻ ഹസൻ ഹുസൈനെ രണ്ട് മടിയിൽ വെച്ചുകൊണ്ട്, കാൽത്തുടയിൽ വെച്ചുകൊണ്ട് കരഞ്ഞു നൽകിയ ഒരു ഉപദേശം ചരിത്രത്തിലുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കവിളത്തടത്തിൽ ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ, നിന്റെ ഭാര്യ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വിഷം തന്നുകൊണ്ട് കൊലപ്പെടുത്തുന്ന രംഗം ഞാൻ ഇവിടുന്ന് കാണുന്നു എന്ന് പറഞ്ഞ് ഫാത്തിമ ബീബി കണ്ണുനീര് നനയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കർബലായിൽ തങ്ങളെ കൊല്ലപ്പെടുന്ന രംഗം ഞാൻ ഇവിടുന്ന് കാണുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ ഫാത്തിമ ബീവി കരഞ്ഞതുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഓരോ ഫിയത്തുൻ ബാഗിയ, ഫിയത്തുൻ ഖാതില, ഫിയത്തുൻ നാജിയ, ഇതൊക്കെ ഹദീസിൽ വന്ന പ്രയോഗങ്ങളാണ്. മാത്രമല്ല അതിനുശേഷമുണ്ടാകുന്ന
ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ ധാരാളം നൂറുകണക്കിന് ഹദീസുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസുകളിലൂടെ പ്രവചിച്ച ഖിയാമത്ത് നാളിന്റെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ വൻ നാശകാരിയായി വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്നത്തെ വഹാബി പ്രസ്ഥാനം. നമ്മൾ ചെറുതായി അതിനെ കണ്ടുകൂടാ. അത് ലോകം മുഴുവനും പരന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ലോകം മുഴുവനും മക്കയും മദീനയും കേന്ദ്രീകരിച്ച് ലോകം മുഴുവനും അത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സൂഫികളുള്ള നാട്ടിൽ പോലും, ഈജിപ്തിൽ പോലും, അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോലും, ഉന്നതമായ നമ്മുടെ തസവുഫിന്റെ കേന്ദ്രങ്ങളിൽ പോലും ഈ വഹാബിസത്തിന്റെ ചിന്ത പരന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടും അത്ര ഗൗരവത്തിൽ പറഞ്ഞത്. അവിടുന്ന് ഹുനൈൻ യുദ്ധം ജയിച്ച് അതിന്റെ ഗനീമത്ത് സ്വത്തോഹരി വെക്കുന്ന ആ സദസ്സിൽ വെച്ച് ഒരു ധിക്കാരി, കുരുത്തം കെട്ട സാധനം, എല്ലാ ദർസും ഉസ്താദുമാർ പുറത്താക്കുണ്ടല്ലോ, കുരുത്തക്കേട് കാട്ടിയിട്ട് പുറത്താക്കപ്പെടുന്ന ആളുകൾ, അങ്ങനെ ഒരാളെ പുറത്താക്കിയിരുന്നു മദീനത്തുനിന്ന്. അതിനും കൂടി തെളിവാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഏതില്ല മുഹമ്മദ്, നീതി പാലിക്കടാ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പറഞ്ഞു വേദനയോടെ, ഇല്ല മഅദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ആരാണ് നീതി പാലിക്കുക? നീതിക്ക് വേണ്ടി അയക്കപ്പെട്ടവൻ ഞാനല്ലേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അയാൾക്ക് ഒരു ഗുരുത്തം കൊടുത്തു. ഗുരുത്തക്കേട്, നല്ല ചാക്ക് നിറയേണ്ടത്. എന്താണ്? അയാളിലല്ല പറഞ്ഞത് ഫഇന്നഹു യഖ്റുജു മിൻ ദിഇലിഹി ഹാദാ, ഈ മനുഷ്യന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരാൾ വരാനുണ്ട്. എന്നിട്ട് ആ വരാൻ പോകുന്ന മനുഷ്യന്റെ നാശാ പറഞ്ഞത്. ആ വരുന്ന മനുഷ്യന്റെ നാട് പറഞ്ഞു. അലാ ഇന്നൽ ഫിത്നത മിൻ ഹുനാക്, മശ്രിഖിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്നാണിത് വരിക. നജ്ദുകാരൊരിക്കൽ പ്രവാചകരെടുത്ത് വന്ന് ഞങ്ങൾ നജ്ദിന് വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി ദ്വാരുന്നില്ല എന്ന് മാത്രമല്ല, അലാ ഇന്നൽ ഫിത്ന ബിഹാ യത്ലു ഖർന ശൈത്താൻ, ശൈത്താന്റെ കൊമ്പ് അവിടുന്ന് പ്രത്യക്ഷപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ നജ്ദ് എന്ന് പ്രവാചകൻ പറഞ്ഞ ആ നാട്, മശ്രിഖ് എന്ന് മദീനയിൽ നിന്ന് നബി ചൂണ്ടിക്കാട്ടിയ ആ നാട്, ആ ദുൽഖുവൈസറത്ത് എന്ന് പറഞ്ഞ നബിയോട് നീതി പാലിക്കട എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ നാട്, അതെവിടെയാണെന്നറിയോ? ഇന്ന് ഭൂപടത്തിലുണ്ടത്. എവിടെയാ ഭൂപടത്തിൽ? അന്വേഷിക്കാൻ നമുക്ക് കിട്ടും. ഇന്നത്തെ റിയാദിന്റെ ക്യാപിറ്റൽ, അതിന്റെ തലസ്ഥാനമായ റിയാദ് പട്ടണം, സൗദിന്റെ ക്യാപിറ്റൽ റിയാദ് പട്ടണം, അതാണ് പഴയ നജ്ദുൽ ഹിജാസ്, ഹിജാസിന്റെ കുന്നിൻ പ്രദേശം. അവിടുത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു പുതിയ പ്രസ്ഥാനം വന്നത് ഈ മനുഷ്യന്റെ പ്രസ്ഥാനം മാത്രമാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രസ്ഥാനം മാത്രമാണ്. രണ്ടാം ഇബ്നു ഹജർ എന്നറിയപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട മക്കത്തെ മുഫ്തിയായിരുന്ന ബഹുമാനപ്പെട്ട സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു പറയാൻ, ബിഹാ യത്ലു ഖർന ശൈത്താൻ എന്നാണ് നബി പറഞ്ഞത്. അതിന്റെ അബ്ജദി കണക്കുണ്ട്. എന്താ അബ്ജദി കണക്ക് എന്ന് പറഞ്ഞാല്? നമ്മള് വല്ല തങ്ങന്മാരുടെ അടുത്തെല്ലാം പോയ ഈ തങ്ങന്മാരുടെ പണിയുണ്ടല്ലോ, മുട്ടമ്മതില് അല്ലേ, അവരുടെ അടുത്ത് പോയാൽ ചോദിക്കും ഉമ്മാന്റെ പേരെന്താ ഉപ്പാന്റെ പേരെന്താന്ന് ചോദിച്ചിട്ട് കണക്ക് കൂട്ടലുണ്ട്. ആ കണക്കത്ത അബ്ജദിയ കണക്ക്, അത് പല സ്ഥലത്തും കൂട്ടും. ഈ അബ്ജദിയ കണക്ക് പ്രകാരം ബിഹായത്തിലോ കർണ ശൈത്താൻ എന്ന് പറഞ്ഞാൽ 1111 എന്നാണ്. 1111 ഹിജ്റ വർഷം നജ്ദ് എന്ന് പറയുന്ന ഇന്നത്തെ റിയാദ് പട്ടണത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ദുൽഖുവൈസറത്തിന്റെ പരമ്പരയിൽ ജനിച്ച മനുഷ്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് ലോകത്തിൽ നിന്ന് പരന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവർ ഈ മോചിതത്തിനെയും തൊട്ടു, കറാമത്തിനെയും തൊട്ടു, അതിനെ വികലമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെയും കൂടി സമരസപ്പെടുത്തി ഈ വിഷയത്തോട് ചർച്ചയിൽ വളരെ പ്രാധാന്യമാണ്. CN അഹമ്മദ് മൗലവി അടുത്ത് മരിച്ചുപോയ ആളാ. അയാൾ മൂസാ നബിന്റെ വടിയെപ്പറ്റി എന്താ പറഞ്ഞെന്നറിയോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. അസാ മൂസ മൂസ, എന്താണ് മൂസാ നബിയെ കയ്യിൽ? ഈ അസായ, പടച്ചോനെ ഇതെന്റെ വടിയാ, ഇതിനെക്കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ ഈ വടിനെ പറ്റി CN അഹമ്മദ് മൗലവി പറഞ്ഞത് മൂസാ നബി കുത്തി നടക്കുന്ന വടിയെന്നാണ്. ചെങ്കടൽ കടന്നു മൂസാ നബി, എന്നിട്ട് ഈ വടി കുത്തിയിട്ട് ഇങ്ങനെ നോക്കി എത്ര ആഴമുണ്ടെന്നെല്ലാം നോക്കിയിട്ട് കിടന്നു. ചെങ്കടലിൽ കിടക്കുമ്പോഴേ രണ്ടായി പിളർന്നു എന്നും അവർക്ക് സമ്മതിക്കാൻ വഴിയാ. എന്നിട്ട് ഈ വടി കുത്തിയിട്ട് ഇങ്ങനെ നോക്കി ആഴത്ര ഉണ്ട്, ആഴം കുറഞ്ഞ ഏരിയയിലൂടെ മുമ്പ് നടന്നുപോയി എന്ന് CN അഹമ്മദ് മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. ഖുബ്സ് ഖബായിസിന് ആൺകൊതുക് പെൺകൊതുക് എന്ന് എഴുതി അതേ വർഗം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി, ഖുബ്സ് ഖബായിസിനെ തൊട്ട് ആൺ പെൺ പിശാചിനെ തൊട്ട് കാവലിനെ തൊടുന്നു എന്ന് മൂത്രപ്പുരയിൽ പോകുമ്പോൾ ചൊല്ലണേ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെ പോയി നോക്കി, എന്താണ് അവിടെ ഉള്ളത്? ഈ ഖുബ്സ് ഖബായിസ്, അത് ആൺ പിശാച്ചല്ല പെൺപിശാച്ചല്ല, ആൺകൊതുകാണ് പെൺകൊതുകാണെന്ന് പറഞ്ഞ വർഗം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൗജിദത്ത് നിഷേധിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാ. മൂസാ നബിന്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടി കുത്തിപ്പിടിച്ചിട്ട് എവിടെയാണ് വെള്ളം കുറഞ്ഞ പ്രദേശങ്ങൾ നോക്കി നടന്നു. നോക്കൂ നിങ്ങൾ, എന്താണ് ആ മനുഷ്യൻ അത് നിശ്ചയിച്ചിട്ട് കിട്ടുക? അമ്പിയാക്കളെ ബഹുമാനം കുറക്കാൻ കഴിയും? ഔലിയാക്കളെ കറാമത്തിനെ പറയണോ? മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു
മമ്പുറ തങ്ങളെ മുരീദ. നമുക്ക് നിങ്ങൾക്ക് ഒരു മുരീദേ ഉള്ളൂ എന്ന് പറഞ്ഞൊരാൾ അല്ല. മമ്പുറ തങ്ങളെ രണ്ടാമത്തെ മുരീദ് പിടിച്ചോളൂ. ഒന്ന് തന്റെ ശിഷ്യനായ ഉപ്പയമുല്ലൻ സമ്മതിച്ചതാണ്. രണ്ടാമത്തെ മുരീദ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഉമർ ഖാദിനെ അന്ന് ബ്രിട്ടീഷുകാർ ഭരണസമയത്ത് ജയിലിലടച്ചു. എന്തിനാ ജയിലിലടച്ചത്? ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം ഇവിടെ ഫത്വ നൽകി, പാട്ടുപാടി പദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അവർക്ക് ഊർജ്ജം നൽകി. മാത്രമല്ല നികുതി തരൂലെന്ന് പറഞ്ഞ് നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തിരികൊളുത്തി. അങ്ങനെയുള്ള ഉമർ ഖാദി തങ്ങളോടുള്ള വെറുപ്പ് മൂലം അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. ജയിലിലിട്ട് പൂട്ടിപ്പോകുമ്പോൾ അധികൃതർ രാത്രി ചോദിച്ചു, തങ്ങളെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? കുടിക്കാൻ വെള്ളം വേണോ? ഷുഗറിലുണ്ടെങ്കിൽ രാത്രി ചൂടുവെള്ളം വെച്ചിട്ടില്ലേ കിടക്കുക? ഉമർ ഖാദി പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ വേണ്ടി, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വെള്ളം വേണമെന്ന്. വെള്ളമൊക്കെ കൊണ്ടുകൊടുത്ത് പൂട്ടി താക്കോലെടുത്ത് പോയി. രാവിലെ നാസ്തന്റെ സമയത്ത് അവർ വന്നു നോക്കുമ്പോൾ തങ്ങളെ കാണാനില്ല. ഒരൊറ്റ ഗ്രിൽസും പൊട്ടിച്ചിട്ടില്ല, ഒരൊറ്റ കമ്പിയും മുറിച്ചിട്ടില്ല, ഒരൊറ്റ കല്ലും നീക്കിയിട്ടില്ല. എവിടെയാ പോയത് അറിയില്ല. തെരഞ്ഞു, എല്ലാ സ്ഥലത്തും തെരഞ്ഞു. അവരെ താടിയെല്ലാം പല സ്ഥാനത്തായാരേ, അങ്ങനെ സക്തീരാ സങ്കടം തീർത്തോവർ. മഹാനായ ഉമർ ഖാദി തങ്ങളെ കാണാനില്ല. തെരഞ്ഞു നോക്കുമ്പോൾ ആയഞ്ചേരി പള്ളിന്റെ മുകളിൽ നിന്ന് കാല മുഹമ്മദ് മാലിക്കി അഹമ്മദ് റബ്ബില്ലാഹ് ഖൈറ മാലിക്കി കാലാ ഫീൽ മാലി ഫതീൻ മേൽ മബിനി അജ്മഫ. അങ്ങനെ ഫീൽ തർക്കീബും ഇറാബും വെക്കുക. മൂപ്പരെ പിടിച്ചു. ആ സംഭവം സി അഹമ്മദ് മൗലവി വേദി എന്നറിയോ? ഉമർ ഖാദി ജയിലിൽ നിന്ന് അത്ഭുതകരമായി മുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞു. സാറേ, അതിന്റെ പേരാണ് കറാമത്ത് എന്ന്. ഇങ്ങനെ കറാമത്തുകളെയും മോചിതത്തുകളെയും നിഷേധിക്കുന്ന ഒരു വർഗം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആ ഭാഗമാണ് നാം വളരെ ചുരുങ്ങിയ ഒരു ഭാഗം സ്പർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, എന്റെ കയ്യിലുള്ള ഈ പുസ്തകം, ഇത് നമ്മുടെ നാട്ടിലുള്ള കേരള വഹാബികളുടെ എല്ലാമായ തൗറാത്താണ്. ഈ പുസ്തകം കാണുമ്പോൾ തന്നെ തോന്നുന്നു ഇനി എത്ര പഴക്കേണ്ടത്. മൂസാനെ പഴക്കേതാലും ഇല്ല. ഈ പുസ്തകത്തിൽ പറയുന്നതെന്നറിയോ? അമ്പിയാക്കളെ മൊഴിജത്ത് കാണിക്കുന്നത് അവർക്ക് അതിൽ ഒരു കയ്യൂല്ലെന്ന്. അവരെങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹിനോട് ദുആർക്കും, പഠിച്ചോനെ ഒരു മൊഴിജത്തിങ് തരണേ അല്ലാ. അപ്പൊ പ്രാർത്ഥിക്കുകയാണ് എന്നാ പറയുന്നത്. മൊഴിജത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കല അതാത് സമയത്ത്, അല്ലാതെ അവരുടെ കൈമിൽ പ്രത്യേകം മൊഴിജത്തൊന്നും ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്റെ പ്രസക്ത വരികൾ മാത്രം വായിക്കാം. ഈ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന്മാർ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിലെല്ലാം തന്നെ അവർക്ക് പ്രകടിപ്പിക്കാൻ സാധ്യമല്ലെന്നും, മൊഴിജത്തെ ബടി ഇട്ടാൽ മൂസാ നബി വിചാരിച്ചാൽ മാത്രമൊന്നും ബടി പാമ്പാവൂല. മാത്രമല്ല മൊഴിജത്തുകൾ പ്രകടിപ്പിക്കുവാനുള്ള കഴിവുകൾ അള്ളാഹു ഒരു പ്രവാചകനും വിട്ടുകൊടുത്തിട്ടില്ല. പഠിച്ചോ മുറുക്ക പിടിച്ചിരിക്കുക. എന്നിട്ടോ പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി പ്രഖ്യാപിക്കുന്നുണ്ട്, പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. മൊഴിജത്ത് ഉദ്ദേശിക്കും പ്രവാചകന്മാര്, അപ്പൊ പ്രാർത്ഥിക്കല, പഠിച്ചോനെ ഈ വടി പാമ്പാക്കണേ അല്ലാ. മൂസാ നബി കൈ കഷത്തേക്കൊക്കെ പറയും, പഠിച്ചവനെ ഈ കൈ പ്രകാശിപ്പിക്കണേ അല്ലാ. ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ അവരെ കയ്യിൽ ഒന്നുമില്ല എന്ന രീതിയിലേക്ക് മൊഴിജിതത്തുകളെ ഇത്ര ചെറുതാക്കുമ്പോൾ കറാമത്തിനെ സ്വാഭാവികമായും ചെറുതാക്കുമല്ലോ. അതിനവർക്ക് ആധാരം മൊഴിജിതത്തുകൾക്ക് പറഞ്ഞ നിർവചനം പോലും അവർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ശറഹുൽ അഖായിദ് എന്ന് പറയുന്ന നമ്മുടെ അഖീദന്റെ കിതാബ്, നമ്മുടെ അഖീദന്റെ കിതാബുകളിലും മൊഴിജിതത്തിനെ നിർവചിച്ചിട്ടുണ്ട്, കറാമത്തുകളെയും നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചനങ്ങളൊക്കെ ഇവർ ദുർവ്യാഖ്യാനം ചെയ്യും. അംറുൻ യൽഹറു ബിഖിലാഫിൽ ആദ. ബഹുമാനപ്പെട്ട ശറഹുൽ അഖായിദ് മൊഴിജിതത്തിനെ നിർവചിച്ചത് എങ്ങനെയാണ്? ആദത്തിന് വിരുദ്ധമായി പ്രത്യക്ഷപ്പെടുന്ന ഒന്ന്, അലാ യദി മുദ്ദഇൻ നുബുവ, നുബുവത്ത് വാദിക്കുന്ന ആളുകളുടെ കയ്യിലൂടെ പതിവിന് വിരുദ്ധമായി പ്രത്യക്ഷപ്പെടുന്ന ഒന്ന്. ഇതാണ് മുഅ്ജിസത്തിന്റെ നിർവചനത്തിന്റെ ആദ്യ ഭാഗം. ഇന്ദ തഹദ്ദിൽ മുൻകിരീന, നിഷേധികൾ വെല്ലുവിളിക്കുമ്പോൾ, അലാ വജ്ഹി യുഅ്ജിദിൽ മുൻകിരീന അനിൽ ഇത്തിയാനി ബിമിസ്ലി, എതിരാളികൾക്ക് തത്തുല്യമായത് കൊണ്ടുവരാൻ സാധിക്കാത്ത വിധം അവരെ തോൽപ്പിക്കുന്ന രീതിയിൽ അമ്പിയാക്കളുടെ കയ്യിലൂടെ വെളിപ്പെടുന്ന ഒന്ന്. അപ്പൊ അവരെ കൈമലൂടെ അങ്ങ് വെളിപ്പെടലാണ്, പടച്ചോനാണ് വെളിപ്പെടുത്തുന്നത്. അവരൊന്നും അറിയില്ല, അവരെ കയ്യിലൂടെ അങ്ങ് വന്നു പോക്കാണ് എന്നാണ് ഇതിന് വ്യാഖ്യാനം. അത് അങ്ങനെ തന്നെയാ എല്ലാം. ഈ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്നെ ഓരോ സംസാരവും സംസാരിപ്പിക്കുന്നത് അള്ളാഹുവാണ്. എന്റെ നാവിലൂടെ സംസാരം പുറത്തു കൊണ്ടുവരുന്നത്, എന്റെ സംസാരത്തെ സൃഷ്ടിക്കുന്നത്, എന്റെ ചലനത്തെ സൃഷ്ടിക്കുന്നത്, എന്റെ നിൽപ്പിനെ സൃഷ്ടിക്കുന്നത് വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. എല്ലാറ്റിന്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്, സ്രഷ്ടാവ് അള്ളാഹുവാണ്, രാജാതിരാജനായ അള്ളാഹു. അത് മുഅ്ജിസത്താവട്ടെ കറാമത്താവട്ടെ, സാധാരണയാവട്ടെ അസാധാരണയാവട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ
അല്ലാഹു തആല ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ബഹുമാനപ്പെട്ട ശത്രുക്കളെ നേരിടാൻ, ശത്രുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ, അവർക്ക് തത്തുല്യമായത് കൊണ്ടുവരാൻ സാധിക്കാത്ത വിധം അവരെ തോൽപ്പിക്കുന്ന അമ്പിയാക്കളുടെ കൈകളിലൂടെ അല്ലാഹു പ്രകടിപ്പിക്കുന്ന അത്ഭുതത്തിന്റെ പേരാണ് മുഅ്ജിസത്ത് എന്നത്. ഈ മുഅ്ജിസത്ത് അവരുദ്ദേശിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നതുണ്ട്. ഒരു മുഅ്ജിസത്തും ഒരു കറാമത്തും ഒരു സാധാരണ പ്രവൃത്തിയും അവരവരുദ്ദേശിച്ചതുകൊണ്ട് മാത്രം നടക്കൂല എന്നത് ഉറപ്പാണ്. അള്ളാഹുവിന്റെ ഇറാദത്തും അള്ളാഹുവിന്റെ ഖൽഖും വേണം. അതുപോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ മുഅ്ജിസത്ത്, എല്ലാ മുഅ്ജിസത്തും എപ്പോഴും അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയൂല എന്ന് ശരിയാ. ഉദാഹരണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരിക്കുമ്പോൾ ആയത്ത് വന്നോളുന്നില്ല. ഒരായത്ത് ജിബ്രീൽ ആയത്ത് വരണം, ഇപ്പം വരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിക്കുമ്പോൾ വന്നുകൊള്ളണമെന്നില്ല. അപ്പൊ വിചാരിക്കുമ്പോൾ വരാത്തതുണ്ട്, എന്നാൽ വിചാരിക്കുമ്പോൾ തന്നെ വരുന്നതുമുണ്ട്. വിചാരിക്കുമ്പോൾ തന്നെ വരുന്നതുകൊണ്ട് എത്രയോ സംഭവങ്ങൾ കാണാം. ഒന്നും രണ്ടും മൂന്നുമല്ല, ഹദീസിലും കാണാം, ആയത്തിലും കാണാം. ഉദാഹരണം, മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. മൂസാ നബി വടിയിട്ടാൽ തന്നെ പാമ്പാവും. എന്തോ വിചാരിച്ചിട്ടിടുന്നൊന്നുമില്ല, പാമ്പാകാൻ വേണ്ടി വിചാരിച്ചിട്ടിടുന്നു തന്നെയാണ്. പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ഖുർആനിൽ എത്രയോ സ്ഥലത്ത് പറഞ്ഞതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടിവാമ്പായ സംഭവം. എവിടെയും ഒരു സ്ഥലത്തും മൂസാ നബി പാമ്പാക്കണേ അല്ലാന്ന് പ്രാർത്ഥിച്ച ആയത്ത് എവിടെയില്ല. പ്രാർത്ഥിക്കൊന്നുമല്ല. മാത്രമല്ല കറാമത്തും തടയുക. കറാമത്തിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. മഹാനായ സയ്യിദുനാ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു കുട്ടിനെ സംസാരിപ്പിച്ചിട്ടുണ്ട്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു കുട്ടിനെ സംസാരിപ്പിച്ചപ്പോൾ ആ സംസാരിപ്പിച്ച കഥ നമുക്കൊക്കെ അറിയാം. ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽ വ്യഭിചാരോപണം ഉന്നയിച്ചു. മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഇന്ന് രക്ഷപ്പെട്ടത് തന്റെ ആരാധനാ പർണശാല അടിച്ചു പൊളിച്ച ആളുകളെ മുമ്പിൽ നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, കുട്ടിനോട് ചോദിക്കൂ. കുട്ടിനെ സംസാരിപ്പിച്ചു. അത് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണ്. രണ്ട് മെസ്സേജുകൾ, രണ്ട് സന്ദേശങ്ങൾ ഈ ഹദീസിലൂടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഈ ഹദീസിൽ ഒന്ന്, ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത്. രണ്ട്, ജുറൈജ് റളിയല്ലാഹു തആല ഇത്ര വലിയ ആളായിട്ട് പോലും തന്റെ ഉമ്മാനെ നോവിച്ചതുകൊണ്ട് തനിക്ക് കിട്ടിയ ഒരു വിഷമാണത്. തന്റെ ഉമ്മാന്റെ ഒരു ദുആ ജുറൈജ് റളിയല്ലാഹു അൻഹു സംഭവിച്ചിട്ടുണ്ട്. ആ ആരോപണത്തിലാണ് മൂപ്പർ കുടുങ്ങിപ്പോയത്. പക്ഷേ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹു അങ്ങനെ മോശപ്പെടുത്തിയിട്ടൊന്നുമില്ല, രക്ഷപ്പെടുത്തി. അവരൊക്കെ തൗബ ചെയ്ത് മടങ്ങിയല്ലോ. അല്ലാഹുവിന്റെ വലിയായത് കൊണ്ടാണ് അല്ലാഹു തആല രക്ഷപ്പെടുത്തി. രണ്ട് പാഠതിലുണ്ട്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സർവ്വ മുഫസ്സിറുകളും പറഞ്ഞത് കാണാം. മഹാനായ ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തുടങ്ങുന്ന സർവ്വ ഇമാമുകളും വളരെ കൃത്യമായി പറഞ്ഞത് കാണാം. അമ്പിയാക്കളുടെ മുഅ്ജിസത്ത്, ഔലിയാക്കളുടെ കറാമത്തും വഖൂഉൽ കറാമത്തി ലഹും ബിഖ്തിയാരിഹിം വതലബിഹിം, അവരുടെ ഇഖ്തിയാറോടെ അവർ വിചാരിക്കുമ്പോൾ. നമുക്കൊക്കെ അടിമക്ക് ഇഖ്തിയാറുണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഒരടിമക്കൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ചെയ്യാനുള്ള കഴിവ് അല്ലാഹു തആല അപ്പോൾ പടക്കുമ്പോൾ ഒരടിമക്ക് സാധിക്കുന്നത് പോലെ ഔലിയാക്കൾക്ക് അവരൊരു കറാമത്ത് ഉദ്ദേശിച്ചാൽ ആ കറാമത്ത് സൃഷ്ടിപ്പും അതുപോലെ തന്നെ ഇറാദത്തും അല്ലാഹുവിൽ നിന്ന് നടക്കുമ്പോൾ അതുണ്ടാകുന്നു. ഇത് ഔലിയാക്കൾക്ക് കറാമത്തായും അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായും ഉണ്ടാകും. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ സ്വഭാവങ്ങൾ എന്താണ്? എന്തൊക്കെ കറാമത്താകാം, എന്തൊക്കെ വിലായത്താകാം? ഇത് ചെറുതായി ഞാൻ പരിശോധിക്കുകയാണ്. ഒന്ന്, ചില ആളുകൾ പറയും അങ്ങനെ വലിയ മുഅ്ജിസത്തെല്ലാം കാണിച്ചാൽ പിന്നെ അള്ളയായി പോകുന്ന പറയും. മനസ്സിലായിട്ടില്ല. ഒരാളെ മരിച്ചാലിങ്ങ് ജീവിപ്പിച്ചാൽ, അപ്പൊ മരിച്ചാളെ ജീവിപ്പിക്കുന്ന പണി അള്ളാന്റെ പണിയല്ലേ? അപ്പൊ അത് ഒരു മനുഷ്യൻ നടത്തിയാൽ അത് അള്ളയായി പോകാനുള്ള, അള്ളാഹു ആണെന്ന് അവനെ വരുത്തി തീർക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് അത്രയൊന്നും കറാമത്താകാൻ പാടില്ല എന്ന് നിഷേധിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അതിന്റെ കാര്യം എന്താണ്? മുഅ്മിനീങ്ങളായ ആളുകൾ വളരെ കൃത്യമായി ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടിമകളാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ. അല്ലാഹു തആലാന്റെ പൊരുത്തപ്പെട്ട അടിമകളായ അമ്പിയാക്കളും അല്ലാഹു തആലാന്റെ പൊരുത്തപ്പെട്ട അമ്പിയാക്കളുടെ തൊട്ടടുത്ത പദവിയിൽ നിൽക്കുന്ന ഔലിയാക്കളും. ആ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അള്ളാഹു നൽകുന്ന, അള്ളാഹുവിനെ അംഗീകരിച്ചതുകൊണ്ടും അള്ളാഹു അങ്ങോട്ട് ബഹുമാനിച്ചതുകൊണ്ടും അള്ളാഹു നൽകുന്ന ബഹുമാനത്തിന് എത്ര പരിധിയുണ്ട്? അതിന് പരിധിയില്ല. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ വീക്ഷണം. ഇതിന് പരിധിയില്ല. അല്ലാഹു എത്രയും നൽകാം. അല്ലാഹു എത്ര
അത്രയും നൽകാം, അതിന് പരിധിയില്ല. മഹാനായ ഷെയ്ഖ് ജീലാനിക്ക് അല്ലാഹു കൊടുത്തൊരു കറാമത്ത് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ തൊട്ടുദ്ധരിക്കപ്പെടുന്നുണ്ട്. ബല്ലെ നീലെത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായൂടും പുത്തേരം നൽകും ഞാനെന്നോവർ. ഇത് വലിയൊരു സംഭവമാണ്. ലോകത്ത് ഒരാൾ റഷ്യയിൽ നിന്ന് വിളിക്കുന്നു, ഒരാൾ ആഫ്രിക്കയിൽ നിന്ന് വിളിക്കുന്നു, ഒരാൾ ഇന്ത്യയിൽ നിന്ന് വിളിക്കുന്നു, ഒരാൾ അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നു, ഒരാൾ ഫ്രാൻസിൽ നിന്ന് വിളിക്കുന്നു, ഒരാൾ ബ്രിട്ടനിൽ നിന്ന് വിളിക്കുന്നു. എത്ര ഭാഷ, എത്ര ജനങ്ങൾ, എത്ര സ്വരം! ഇതെങ്ങനെ ഒരു മനുഷ്യൻ കേൾക്കുക? മരിക്കേണ്ട ജീവിച്ചിരിക്കുന്ന ആൾക്ക് കഴിയോ? വലിയ ഒരു കാര്യമാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു അത്രയൊക്കെ കൊടുത്തല്ലോ, അല്ലെങ്കിൽ അള്ളാഹു തആല അത്രയൊക്കെ ബഹുമാനപ്പെട്ടവരെ ആദരിച്ചല്ലോ. അതെങ്ങനെ സാധിക്കുമെന്നത് ബുദ്ധിപരമായി കിട്ടാത്തത് കൊണ്ടാണ് പലരും ഈ വെരിമയ പരിഭ്രമിച്ചത്. മുഹീദ്ദീൻ മാലിനെ പറ്റി ഞങ്ങള് തുറന്ന സംവാദം വെച്ചപ്പോൾ അങ്ങ് മണ്ണാർക്കാട് തൊട്ട് ഇങ്ങ് കാസർഗോഡ് വരെ ഞങ്ങൾ തുറന്നു സംസാരിച്ചപ്പോൾ ആകെ എല്ലാ വഹാബികളെയും അങ്കരാൽപ്പിലാക്കുന്ന, അവരേറ്റവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അപ്പൊ മനസ്സിലായി മുഹീദ്ദീൻ മാലയിൽ ഏറ്റവും ടഫ് അതാണ് എന്ന്. വേറെ അതിന്റെ അപ്പുറം എല്ലാം അഡ്ജസ്റ്റ്മെന്റ്, അതാ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയാത്തത്. ഇതിനെ സംബന്ധിച്ച് ചെറിയ ഒരു പണ്ഡിത ചർച്ചയിലേക്ക് മാത്രം ഞാൻ പറയും, ചെറിയൊരു ചർച്ച. അതെങ്ങനെ സാധിക്കും? അതിനൊരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് സാധ്യത. നമ്മൾ വിചാരിക്കും പോലെയല്ല, വളരെ സിമ്പിളാണ്. ഇന്നലെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആലിക്കുട്ടി മുസ്ലിയാർ ഇവിടുന്ന് പ്രസംഗിച്ചു. എവിടെയാണ് പ്രസംഗം? മൊറോക്കോയിൽ നിന്ന് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കവേ വ്യത്യസ്ത ഭാഷകളിൽ അതേ സമയത്ത് പ്രസംഗം കേൾക്കാനുള്ള സൗകര്യം. ബട്ടൺ അമർത്തിയാൽ മതി. ബട്ടന്റെ വ്യത്യാസം അനുസരിച്ച് അവർ കേൾക്കുന്ന ഭാഷയുടെയും വ്യത്യാസം വരുമെന്ന്. അത് മൊറോക്കോയിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തുമുണ്ട്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലുമുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്, പാർലമെന്റിലുണ്ട്. എന്നാൽ അല്ലാത്ത സ്ഥലങ്ങളിലുണ്ട്. പാർലമെന്റിലൊന്നും പോകണ്ട, ഫ്ലൈറ്റിൽ കയറിയിരുന്നാൽ അവിടുന്ന് കേൾക്കുന്ന, അവിടുന്ന് വിടുന്ന അതിൻ്റെ ഉള്ളിൽ പല സോങ്ങുകളും മാത്രമല്ല സിനിമകളും മറ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ അല്ലെങ്കിൽ പല രീതിയിലുള്ള പല സംവിധാനങ്ങൾ, അതൊക്കെ വ്യത്യസ്ത ഭാഷയിൽ കേൾക്കാൻ സംവിധാനങ്ങളുള്ള ഫ്ലൈറ്റുകളുണ്ട്. സാധാരണ ലോക്കൽസ് യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൽ പോലുണ്ട്, പാർലമെന്റിൽ പോകണമെന്നില്ല. നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരാൾ പറയുന്നു, 100 ആളുകൾ 100 ഭാഷയിൽ കേൾക്കുന്നു. നമ്മുടെ ഏറ്റവും ചെറിയ സംവിധാനത്തിലേക്ക്, താഴെ സംവിധാനത്തിലേക്ക് ശാസ്ത്രം എത്തിച്ച കൂട്ടത്തില് അല്ലാഹു തആല ഇത് ഒരു വലിയന് കൊടുക്കൂല എന്നാ പറയണത്. ഔലിയ അത്രയും കുറഞ്ഞു പോയോ? കറാമത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണോ? CN അഹമ്മദ് മൗലവിനെ പോലത്തുള്ള ആളുകൾ, വടികുത്തി നടക്കുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞെങ്കിലേ അത്ഭുതമുള്ളൂ, അങ്ങനെ പറയും. ഇനി നിങ്ങൾ ആലോചിക്കൂ, അതെങ്ങനെയായിരിക്കും? അത് വട്ടനമർത്തനാണോ? അല്ല, വട്ടനമർത്തൊന്നും വേണ്ട. 1,00,000 ആളുകൾ ഒരു സമയത്ത് വിളിച്ചാൽ 1,00,000 മുഹീദ്ദീൻ ഷെയ്ഖ് ആവാം. 1,00,000 മുഹീദ്ദീൻ ഷെയ്ഖ് ഒരു സമയത്ത് ഉണ്ടാകാൻ പറ്റുമോ? ഉണ്ടാകാൻ പറ്റും എന്നാണ് മഹാന്മാരായ ഇമാമുകൾ പറയുന്നു. വളരെ കൃത്യമായി ഞാൻ പറയണല്ല, വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് എന്റെ കയ്യിലുണ്ട്. ഹദീസിൽ പരസ്പരം ഹദീസുകൾ. ഈ ഹദീസുകൾ എന്റെ വ്യാഖ്യാനമല്ല, ഇമാമുകൾ പറയുന്നു. ഞാനൊരു ചെറിയ ചർച്ച മാത്രം അവിടെ നടത്തുകയാണ്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തങ്ങൾ അവരുടെ ഇഹിയയിൽ മഹാന്മാരായ അള്ളാഹുവിന്റെ അക്താബുകളെ സംബന്ധിച്ച്, കുത്തുബകളെ സംബന്ധിച്ച് നടത്തുന്ന ഒരു ചർച്ചയുണ്ട്. ഹജ്ജിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞതാ, അള്ളാഹുവിന്റെ അക്താബുകൾ, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവായ കുത്തുബുകൾ, ആ കുത്തുബുകളെ സംബന്ധിച്ച് പറയാൻ, ഇന്ന ലില്ലാഹി ഇബാദൻ, അള്ളാഹുവിന് ചില കുത്തുബുകളുണ്ട്, ഔലിയാക്കളുടെ നേതാക്കൾ. അവരുടെ പ്രത്യേക തതൂഫു ബിഹിമുൽ കഅബ, കഅബ അവർ ഇങ്ങോട്ട് വന്ന് തവാഫ് ചെയ്യും. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കഅബ ഇങ്ങോട്ട് വന്ന് തവാഫ് ചെയ്യും. എന്തിനാണ് കഅബ തവാഫ് ചെയ്യുന്നത്? കഅബ എന്തിനാണ് ഔലിയാക്കളെ ഇങ്ങോട്ട് തവാഫ് ചെയ്യുന്നത്? കഅബക്കെന്താണ് അതിന്റെ ആവശ്യം? ഇമാം ഗസ്സാലി പറയുന്നു, ഇമാം മുഹമ്മദി ഹുവ ഹുജ്ജത്തുൽ ഇസ്ലാമി ദൂന തറദ്ദുദി. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പ്രഗൽഭനായ നേതാക്കളിൽ ഒരാളാണ് 5ാം നൂറ്റാണ്ടിന്റെ അത്ഭുതകരമായ മുജദ്ദിദ്. എതിരാളികൾ പോലും തന്റെ കഴിവിന്റെ നമ്പർശമസ്കരാണ് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്തിനാണ് ഔലിയാക്കളെ കഅബ ഇങ്ങോട്ട് തവഫ് ചെയ്തെന്നറിയാം? തഖർറുബൻ ഇലല്ലാഹ്, കഅബക്ക് ഒന്നും കൂടി അള്ളാഹിന്റെ അടുത്ത് അടുപ്പം കൂടാൻ. തഖർറുബൻ ഇലല്ലാഹ്, കഅബക്ക് ഒന്നും കൂടി പടച്ചവന്റെ അടുത്ത് ബഹുമാനം കൂടാൻ അതാത് കാലത്തെ കുത്തുബകളെ കഅബ ഇങ്ങോട്ട് തവാഫ് ചെയ്യും. കഅബ ഇങ്ങോട്ട് തവാഫ് ചെയ്യുമെന്ന് പറയുകയാണ്. കഅബാനെ ചുറ്റുന്നോർ കുത്തുബാണോരെല്ലാരും,
കഅബാനെ ചുറ്റുന്നോർ ഖുതുബാനോരെല്ലാരും കഅബൻ തോവാഫെന്ന് താൻ ചെയ്യോമിന്നോവർ. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവരെ സംബന്ധിച്ച് പറഞ്ഞതാണെങ്കിൽ അത് തങ്ങൾക്ക് മാത്രം ബാധകമല്ല. ഇന്നലില്ലാഹി ഇബാദൻ. ഇമാം ഗസ്സാലിയാണ് പറയുന്നത്. ഷാഫിഈ മദ്ഹബിന്റെ വഴിത്താരത്തെ തെളിയിച്ച വസീത്ത് വജീദ് എന്ന ഗ്രന്ഥത്തിലൂടെ ഫിഖ്ഹിൽ വഴി തെളിയിച്ച ഷാഫിഈ ഫഖീഹ് മിൻഹാജ് പോലുള്ള ഗ്രന്ഥങ്ങൾക്ക് മുഹറർ പോലുള്ള ഗ്രന്ഥങ്ങൾക്ക് ലോകത്തെ വഴിത്താര സൃഷ്ടിച്ച ആളുകളിൽ ചാടിവെച്ചു കൊടുത്ത ഇമാം ഗസ്സാലി ഉണ്ടല്ലോ. ഫിഖ്ഹിന്റെ ആഴം കണ്ട ഇമാം ഗസ്സാലി ഉണ്ടല്ലോ. ദമസ്കസിന്റെ പള്ളിയിൽ നിന്നുകൊണ്ട് 11 കൊല്ലത്തോളം ആൽഫാസിൽ കഴിഞ്ഞുകൂടി ഇമാം ഗസ്സാലി ഉണ്ടല്ലോ. കാലത്ത് ചുറ്റിനടക്കുന്ന ആളുകളാണ് ഭക്ഷണം കഴിക്കാത്ത ഒരു പാത്രത്തിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ജീവിച്ച ഇമാം ഗസ്സാലി പറയുകയാണ്, ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? ഇന്നലില്ലാഹി ഇബാദൻ തതൂഫു ബിഹിൽ കഅബ തഖറബൻ ഇലല്ലാഹ്. അതെങ്ങനെ ആ രൂപം മഹാനായ ഇമാം സുയൂത്തി അവിടുത്തെ ഹാവിയിൽ വളരെ വിശദമായി പറയുന്നു. ഖുർആനിലുണ്ടിത്. വിശുദ്ധ ഖുർആനിലേക്ക് ഞാൻ വരുന്നുണ്ട്. അത് അമ്പിയാക്കളിലും ഔലിയാക്കളിലും സമരസപ്പെടുന്ന രൂപം. മഹാനായ ഇമാം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹാവിയിൽ പറയുകയാണ്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഔലിയാക്കളെ കഅബ തവാഫ് ചെയ്യുന്നത്? കഅബ എന്ന് പറയുന്ന ബിൽഡിംഗ് ഇളകിയാൽ ജനങ്ങൾ കാണൂലേ? ഏതെങ്കിലും കാലത്ത് കഅബ എന്ന് പറയുന്ന ബിൽഡിംഗ് ഭൂമിയിൽ നിന്ന് ഇളകിയിട്ട് ഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നത് ഏതെങ്കിലും ന്യൂസ് പേപ്പറിലോ ഏതെങ്കിലും കാലഘട്ടത്തിലെ ചാനലിലോ ഏതെങ്കിലും ജനങ്ങളാലുള്ള കൺതുരുട്ടിയിലോ ഉദ്ധരിക്കപ്പെട്ടിട്ട് കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഉണ്ടെങ്കിൽ ആരാണ് റിപ്പോർട്ട് ചെയ്തത്? പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഇമാമുകളുടെ കോട്ടുദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവിയിൽ അൽ ഫതാവയിൽ പറയുകയാണ്, ഫൈൻ ഖീല അൽ ഇഷ്കാലു ബാഖിൻ ഫീ തഅദ്ദുദി സുവരി മിൻ ശഖ്സിൻ വാഹിദ്. ഒരാൾ കുറേ രൂപ ഉണ്ടാകാൻ പറ്റുമോ? ഒരാൾക്ക് കുറേ രൂപ ഉണ്ടാകാൻ പറ്റുമോ? ജനായിസിൽ നമ്മുടെ മുശാവറയിൽ ഏറ്റവും ചർച്ച ചെയ്തൊരു വിഷയം ജനായിസ്. ഒരാൾ കുറേ ആളായാൽ, അയാൾ കുറേ ആളായി മരിച്ചാൽ വലിയ ചർച്ചയാണല്ലോ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയാൻ ഫൽ ജവാബ്, അതിനുള്ള മറുപടി അന്ന ദാലിക ഖദ് വഖഅ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരാൾ കുറേ ആളായിട്ടുണ്ട്. ഒരാൾ കുറേ ആളായിട്ടുണ്ട്. എങ്ങനെയാണത്? വശൂഹിദ, അത് കാണപ്പെട്ടിട്ടുണ്ട്. വലാ യുംകിനു ജഹ്ദു, നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത വിധം. വൈൻ തഹയ്യറ ഫീഹിൽ അഖിൽ, അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ആളുകളുടെ ബുദ്ധികൾ പരിഭ്രമിച്ചു പോകും. മിൻ ദാലിക, അതിൽപ്പെട്ട ഒന്ന് മസ്തുഹിറ അൻ കസീറിൻ മിനൽ ഫുഖഹാഇ വഗൈരിഹിം, ധാരാളം ഇമാമിയങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അനൽ കഅബൽ മുഅല്ലമ, അന്നൽ കഅബത്തൽ മുഅല്ലമ, പരിശുദ്ധമായ കഅബ ശൂഹിദത്ത്, അതിനെ കാണപ്പെട്ടിട്ടുണ്ട്. തതൂഫു ബിജമാഅത്തിൻ മിനൽ ഔലിയാഇ ഫീ ഔഖാത്തിൻ, ഒരുപാട് സമയങ്ങളിൽ കഅബ പലരെയും തവാഫ് ചെയ്യുന്നത് പലരും കണ്ടിട്ടുണ്ട്. പലരെയും കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുന്നത് പലരും കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഒറിജിനൽ കഅബ എവിടെയാ? വമഅലൂമുൻ അന്നഹാ ഫീ മകാനിഹാ. നമ്മളെ കവരത്തിയിൽ ദ്വീപിൽ നിന്ന് നമ്മളെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളെ പ്രതിനിധികളായി എത്തിയ ആളുകളാണ്. ദ്വീപിൽ നിന്ന് 75ഓളം ആളുകൾ, ഒരു കപ്പൽ തന്നെ ആളുകൾ ഈ വർഷം നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് വന്നിരായ മഹാന്മാരുടെ ഈ സാന്നിധ്യത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഇത്രയും ത്യാഗം ചെയ്ത് ഇവിടെ എത്തിയതിന് അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. ഔലിയാക്കളുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ എത്രയോ വന്നിരായ ഉസ്താദ് അവരുടെ ദ്വീപ് യാത്രയിൽ വലിയ അനുഭവങ്ങൾ ഉണ്ടായി. ഒരുപാട് ആളുകൾ ഉസ്താദിനെ കാണാൻ വേണ്ടി പലരും വന്ന കൂട്ടത്തിൽ ഉസ്താദിനെ കണ്ട് അവിടുത്തെ കൈപിടിച്ച് അവിടുത്തെ സ്ഥാപനം കാണാൻ വേണ്ടി സ്നേഹത്തോടെ ഇവിടെ എത്തിയവരാണ്. അള്ളാഹു നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവരുടെ വന്നിരായ മശായിഖുമാരിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട മംഗലാപുരം ജലാൽ മസ്താൻ ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവരുടെ ആധാറുകളുടെ സൂക്ഷിപ്പുകാരാണവർ. അവരുടെ അടുത്ത കുടുംബമാണ്. മക്കളും അതുപോലെ മക്കളെല്ലായി അടുത്ത കുടുംബമാണ്. അവരുടെ ആധാറിന്റെ സൂക്ഷിപ്പുകാരുമാണ് അവർ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ വളരെ ബഹുമാനിച്ച് അവിടെ കൊണ്ടുപോവുകയും ആ രംഗമൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് സാക്ഷിയാവുകയും ഉസ്താദിന്റെ ആ സന്തോഷകരമായ ആ അവസ്ഥയിൽ അവർ വളരെയധികം ഇഷ്ടപ്പെട്ട് ഈ സ്ഥാപനത്തിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്